നമസ്കാരം. ഒരു റംദാൻ കൂടി കടന്നു പോവുകയാണല്ലോ. ഹിജ്റ കലണ്ടർ പ്രകാരം 9ാമത്തെ മാസമാണ് റംദാൻ. ആ ഒരു മാസം മുഴുവൻ പകൽ സമയത്ത് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള ഇസ്ലാം വിശ്വാസികൾ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് ആചരിക്കുകയും വൈകിട്ട് അസ്തമയത്തിന് മഗ്‌രിബിന് കൃത്യസമയത്ത് നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു മാസം നടത്തിയ പ്രത്യേക ജീവിതക്രമം. എന്തിന് ഭക്ഷണം ഉപേക്ഷിക്കുന്നു? അതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടാകുന്നത്? ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ ആണ്ടിലൊരിക്കൽ ഒരു മാസം മുഴുവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ ഭക്ഷണമില്ലാത്തവരുടെ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നു, അവരോട് ഒരു സഹാനുഭൂതി ഉണ്ടാവുന്നു. ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കുമ്പോഴും നമുക്ക് വിശപ്പുണ്ട്. വിശപ്പ് ഉപേക്ഷിക്കാൻ പറ്റൂല. വിശപ്പ് എന്ന് പറയുന്നത് ഒരു ജൈവ പ്രക്രിയയാണ്. എന്നാൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ ഇല്ലാത്തവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം, ലോകത്ത് 120 കോടി മനുഷ്യർ ഒരു നേരം വയറ് നിറക്കാൻ ഭക്ഷണം കിട്ടാത്തവരായിട്ടുണ്ടെന്നുള്ള. ലോകത്ത് ഓരോ 4 മിനിറ്റിലും ഒരാൾ പോഷക ആഹാരക്കുറവ് മൂലം മരിക്കുന്നു. 11 പേരെ എടുത്താൽ അതിലൊരാൾ പട്ടിണിയിലാണ്. ഇത് യുണിസെഫിന്റെ കണക്കാണ്. മറുവശത്ത് ലോകത്ത് ഒരു വർഷം 100 കോടി ടൺ ഭക്ഷണമാണ് വേസ്റ്റ് ആക്കി കളയുന്നത്, കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്നത്. കുക്ക്ഡ് ഫുഡ്, പാചകം ചെയ്ത ഭക്ഷണം, അതിന്റെ 60% വീടുകളിൽ നിന്നുള്ള ഭക്ഷണമാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ഇത്തിരി ചോറ് കളയും അല്ലെങ്കിൽ കറി കളയും. അങ്ങനെ ലോകത്താകെ കളയുന്ന കണക്കാണ് ഈ പറയുന്നത്. 84 ലക്ഷം കോടി ടൺ, 83 ലക്ഷം കോടിയാണ് അതിന്റെ വാല്യൂ, ഈ പറയുന്ന ഭക്ഷണത്തിന്റെ വില. അപ്പൊ നമ്മൾ നോക്കണം, ഒരു വശത്ത് ഭക്ഷണം കിട്ടാത്തവര്, മറുവശത്ത് ഭക്ഷണ ധാരാളിത്യം. ഇതിനിടയിലാണ് മനസ്സും ശരീരവും സ്വയം പരിശീലിപ്പിച്ച് ദൈവവുമായി കൂടുതൽ അടുത്ത് മനസ്സ് ശുദ്ധീകരിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ തന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ഇല്ലാത്തവന് സക്കാത്ത് നൽകിക്കൊണ്ട് ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അത് ഒരു വലിയ സാമൂഹ്യ ബോധം കൂടി രൂപപ്പെടുന്ന ഒരു ജീവിതക്രമം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അതൊരു മതത്തിന്റെ മാത്രം കാര്യമല്ലേ, മറ്റു ഉള്ളവർക്ക് അതില് എന്താണ് കാര്യം എന്നുള്ളത്. കേരളത്തില് നമ്മുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മതസൗഹാർദ്ദം അല്ലെ. നമ്മൾ ഏത് ആഘോഷവും ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കാര്യമായിട്ടല്ല നടത്തുന്നത്. ആ മതത്തിന്റെ ആളുകൾ അവരുടെ മതപരമായ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു ആഘോഷമായിട്ട് നമ്മൾ നടത്തുമ്പോഴാണ് അത് നാട്ടിൽ നന്മയുണ്ടാവുന്നത്, നാട്ടിൽ വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ അത് ഈദുൽ ഫിത്തർ ആയാലും ചെറിയ പെരുന്നാളായാലും വിഷു ആയാലും ഈസ്റ്റർ ആയാലും എല്ലാവരും എല്ലാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സാഹോദര്യങ്ങൾ വളരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ പരിശുദ്ധമായ ഒരു മാസം കടന്ന് ഇന്ന് ഈദുൽ ഫിത്തറിലേക്ക് എത്തി നിൽക്കുമ്പോഴുള്ള നാടിന്റെ അവസ്ഥ എന്താണ്, ലോകത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ കഴിഞ്ഞ ഒരു മാസം എന്താണ് കണ്ടത്? നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി ഒരു വാർത്ത കേട്ടു. എന്താണ്? അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചു. അവിടുത്തെ നേതാവിനെ, അവരുടെ ആത്മീയ നേതാവിനെ, അവരുടെ തലവനെ ആയത്തുള്ള ഖൊമീനി അടക്കം കൊല്ലപ്പെട്ടു. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഏതൊരു യുദ്ധം നടന്നാലും അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഈ യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ തെക്കൻ ഇറാനിലെ മിനാബ് എന്ന് പറയുന്ന നഗരത്തിലെ ഒരു ഗേൾസ് എലിമെന്ററി സ്കൂളിൽ കൊണ്ടുപോയി ഇസ്രയേൽ മിസൈൽ ഇട്ടു. രാവിലെ സമയത്ത് ക്ലാസ് തുറന്നു വരുന്ന സമയത്ത് 10:45
167ഓളം കുട്ടികൾ മരിച്ചു, പെൺകുട്ടികൾ. ആരുടെയും മനുഷ്യത്വമുള്ള ആരുടെയും കരള് അലിയിക്കുന്ന ഒരു കാഴ്ചയാണത്. ഈ മൃത ശരീരങ്ങളും പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ആ രംഗങ്ങൾ. ഇവിടെ നമ്മളെ ചാനൽ അവതാരകർ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫുട്ബോൾ കമന്ററി പോലെ പറഞ്ഞ് ഭീകരപ്പെടുത്തി പേടിപ്പിക്കുമ്പോഴാണ് ഈ ദാരുണമായ രംഗം നമ്മൾ കാണുന്നത്. എന്നിട്ട് അമേരിക്ക പറഞ്ഞത് എന്താണ്? അത് ഇറാന്റെ തന്നെ മിസൈലാണ് അവിടെ വീണെന്നുള്ള. ഏതൊരു യുദ്ധത്തിലും ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുട്ടികളാണ്. അത് അമേരിക്കയുടെ ടോക്കോഹോമ എന്ന് പറയുന്ന മിസൈലാണ് അത് അവിടെ വീണത്. അത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ക്രൂരത അത് ഒരു വശത്ത് നടക്കുന്നു അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ നമ്മളെ യുദ്ധമൊന്നും മറ്റേ എന്താ പറയുന്നത്, നമ്മളെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ യുദ്ധത്തിനെതിരെ പ്രകടനവും ജാഥയൊക്കെ നടത്തുമ്പോൾ നമ്മൾ കളിയാക്കണേ. പിന്നെ ഇവിടെ പ്രകടനം നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ട്രംപിന്റെ കോലം കത്തിച്ചുകൊണ്ട് അമേരിക്ക അവിടെ യുദ്ധം നിർത്തുമോ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്ന് പറയുന്ന പോലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിനെ നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്? ബാധിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലായി. ഇപ്പൊ എത്രയോ മനുഷ്യര് നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവർക്ക് ജോലിയില്ല. ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടുന്നു, ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു, കാറ്ററിംഗ് മേഖല പ്രതിസന്ധിയിൽ. നമ്മുടെ വീടുകളെ പോലും ബാധിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി വരുന്നു. നമ്മളുടെ ഇറാനിൽ പ്രകൃതിവാതകം ഗ്യാസ് കിട്ടാണ്ട് വരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? യുദ്ധം ബാധിക്കാൻ പോകുന്ന ഇന്റർനെറ്റ് ബാധിച്ച് നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നോക്കാൻ നെറ്റ് ഉണ്ടാവൂലെന്നായിരിക്കും നമ്മുടെ വിചാരം. അത് നമ്മുടെ ബാങ്കിങ് മേഖലന, ഊർജ മേഖലന എല്ലാത്തിനെയും ബാധിച്ച് ലോകമാകെ പ്രതിസന്ധിയിലാവും. ഈ ഇറാനിലൂടെ ഈ ഹോർമീസ് കടൽ ആ ഭാഗത്തു കൂടെയാണ് ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും പോകുന്നത്. അതുപോലും പ്രതിസന്ധിയിലാകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ഏതൊരു ആഘോഷമായാലും നമ്മൾ എല്ലാവരുമായിട്ടാണ് ചേർന്ന് ആഘോഷിക്കുന്നത് അല്ലെ. അപ്പോൾ ആണ് ലോകത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മുടെ മലയാളികൾ, എത്ര മലയാളികളാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഗൾഫ് പണമാണ്. അവർ തീരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കണം. യുദ്ധം നമ്മളെ ഭീകരമായിട്ട് ബാധിച്ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്ന് പെരുന്നാളിന്റെ സന്തോഷത്തിൽ എത്തിയിരിക്കുന്നത്, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ. അപ്പൊ എന്താണ് ചിന്ത? നമ്മൾ കടന്നുപോയ 30 ദിവസങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം, അത് ഈ വ്രതാനന്തര ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ ഒരു പുതിയ തുടക്കമായിട്ട് മാറണം. ഓരോ പ്രഭാതത്തിലും ഇന്ന് ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ നല്ലൊരു മനുഷ്യനാകും എന്നൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. നമ്മുടെ നാട് പാരമ്പര്യമായി നേടിയെടുത്ത വലിയ സാഹോദര്യം നമ്മളുണ്ട്. ആ സാഹോദര്യത്തിനും സഹിഷ്ണുതക്കും പരിക്ക് പറ്റാതിരിക്കാൻ നമുക്ക് ശ്രമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഈദുൽ ഫിത്തർ ആയാലും വിഷു ആയാലും ഈസ്റ്റർ ആയാലും എല്ലാം നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള നന്മയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും വലിയൊരു സന്ദേശമായി മാറണം. അതാണ് ഈദുൽ ഫിത്തർ മുന്നോട്ട് വെക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കുറെ വസ്ത്രങ്ങൾ ഇടുന്നതോ ബിരിയാണി കഴിക്കുന്നതോ മാത്രമല്ല പെരുന്നാളായാലും ഈസ്റ്റർ ആയാലും വിഷു ആയാലും മനുഷ്യർ തമ്മിലുള്ള സഹജീവി സ്നേഹം, സാഹോദര്യം, പങ്കുവെക്കൽ, ഇല്ലാത്തവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക. ഇന്നലത്തേക്കാൾ ഇന്ന് നല്ലൊരു മനുഷ്യനായി മാറുന്നത് അങ്ങനെയാണ്. ആ ഒരു ചിന്ത കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദ് മുബാറക്.